ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിനിടെ ക്രമക്കേട് നടത്തിയത് ക്യാമറയിൽ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ അതിൽ കുടുങ്ങിയ റിട്ടേണിംഗ് ഓഫീസർ അനിൽ മസിഹ് സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിരുപാധികം മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗി വഴിയാണ് അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ മാപ്പ് പറയുന്നെന്ന് പറഞ്ഞത്. അനിലുമായി ദീർഘനേരം സംസാരിച്ചുവെന്നും ഉടൻ തന്നെ അനിൽ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നും അതിൽ മാപ്പപേക്ഷ ഉണ്ടാകുമെന്നും മുകുൾ പറയുന്നുണ്ട്. കേസ് ഇപ്പോൾ ജൂലൈ 2ാം വാരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചണ്ഡീഗഡിൽ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. രാജ്യത്തിന് തന്നെ നാണക്കേടാക്കും വിധമായിരുന്നു അനിലിന്റെ ഇടപെടൽ. ആദ്യം തെരഞ്ഞെടുപ്പ് നടത്താനിരുന്ന ദിവസം അദ്ദേഹത്തിന്റെ ആരോഗ്യനില അത്ര നല്ലതല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തിലേക്ക് നീട്ടിവെച്ചിരുന്നു. അതേ തുടർന്ന് നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് ഇങ്ങനെ അട്ടിമറി നടത്താനുള്ള നീക്കം അദ്ദേഹം നടത്തിയത്. മേയർ തെരഞ്ഞെടുപ്പിൽ ചില കൃത്രിമം കാണിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയും തുടർന്ന് BJPയുടെ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചതിന് ശേഷമായിരുന്നു ആ വിജയം അസാധുവാക്കി ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന കുൽദീപ് കുമാറിനെ വിജയിയായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് വേളയിൽ റിട്ടേണിംഗ് ഓഫീസർ അനിൽ മസിഹ് ക്യാമറ നോക്കി കടലാസിൽ എന്തൊക്കെയോ കുറിക്കുന്നത് വലിയ രീതിയിൽ വൈറലായിരുന്നു. തുടർന്നുള്ള പരിശോധനയിലാണ് തെരഞ്ഞെടുപ്പിൽ അനിൽ കൃത്രിമം കാട്ടിയെന്നും അങ്ങനെയാണ് BJP സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിച്ചതെന്നും കോടതി കണ്ടെത്തിയിരുന്നു. അത് ജനാധിപത്യത്തെ പരിഹസിക്കുന്നതാണെന്നും ജനാധിപത്യം കൊല ചെയ്യപ്പെട്ടതിന് തുല്യമാണെന്നും അന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞിരുന്നു. ചെയ്ത കള്ളം കയ്യോടെ പൊക്കിയപ്പോൾ ഇനി രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ ഇല്ല എന്ന് മനസ്സിലായതോടെയാണ് അനിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്.